സർവകലാശാല LLB പരീക്ഷാ നടത്തിപ്പിലെ അപാകതയിൽ SFI പ്രതിഷേധം. കേരള സർവകലാശാല ആസ്ഥാനത്ത് അനിശ്ചിതകാല സമരവുമായി വിദ്യാർത്ഥികൾ. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, സമരം കടുപ്പിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ നീക്കം. എന്താണ് അവർ പറയുന്നത്? അതേ സ്വാതി, അങ്ങനെ തന്നെയാണ്. കേരള സർവകലാശാലയിലെ LLB ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷാ നടത്തിപ്പിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അവരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരും വിദ്യാർത്ഥികളും സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷവും സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ ഇവർ തയ്യാറായിട്ടുള്ളത്. നിലവിൽ SFIയും അതിനോടൊപ്പം തന്നെ സ്വതന്ത്ര വിദ്യാർത്ഥി കൂട്ടായ്മയുമാണ് ഇവിടെ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ ഇവർ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സംഭവത്തിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ അടിയന്തരമായി ഇടപെടൽ വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കുത്തിയിരിപ്പ് സമരം അല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിട്ടുള്ളത്. നേരത്തെയും SFIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തിയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവപൂർണ്ണമായ നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടുണ്ട്? നിലവിൽ കഴിഞ്ഞ ആദ്യത്തെ നമ്മൾ സമരമായിട്ട് ഏറ്റെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് പ്രതിഷേധ സമരമായിട്ട് തന്നെയാണ് ഏറ്റെടുത്തത്. അപ്പോൾ ആ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അഞ്ചാറോളം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് ആവശ്യങ്ങളാണ് നമ്മളത് സിൻഡിക്കേറ്റ് യോഗത്തിൽ നടത്തിയിട്ടുള്ളത്. റിവാലുവേഷനെ പറ്റി ചർച്ച ചെയ്തിട്ടേ ഇല്ല. നിലവിൽ ഹോം വാല്യുവേഷൻ ഉണ്ട്, അതായത് ടീച്ചർമാർക്ക് എവിടെ നിന്നും പേപ്പർ എടുത്ത് കൊണ്ടുപോയി വാല്യുവേഷൻ നടത്താം. അതിൽ നിന്നും മാറി ഇപ്പോൾ കേന്ദ്രീകൃത വാല്യുവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്കി അധ്യാപകർ ഈ എക്സാം വാല്യുവേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു പരിശോധന നടത്താനും സിൻഡിക്കേറ്റ് തീരുമാനമായിട്ടുണ്ട്. ഇത് രണ്ടുമാണ് SFI മുന്നോട്ട് വെച്ച രണ്ട് ആവശ്യങ്ങൾ. ബാക്കി റീവാല്യുവേഷൻ വിഷയങ്ങളെപ്പറ്റി ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മൾ സിൻഡിക്കേറ്റിൽ സംസാരിക്കുന്നതാണ് രജിസ്ട്രാർ അന്ന് സമരത്തിൽ നമ്മളോട് സംസാരിച്ച സമയത്ത് ഉറപ്പ് തന്നിട്ടുള്ളത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടായിട്ടില്ല. ആ റീവാല്യുവേഷൻ്റെ ഫീസ് 820 രൂപയാണ്. ഒരു പേപ്പറിന് കൊടുക്കുന്നത് 820 രൂപയാണ്. സാധാരണക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ റിവാലുവേഷൻ ഫീസിൽ നിന്നും 20, 30, 40 മാർക്കും കൂടിയ കുട്ടികളുണ്ട് ക്യാമ്പസിൽ. ഈ 40 മാർക്ക് കൂടിയ കുട്ടികൾക്ക് പോലും ഈ ഫീസ് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നം. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന പോലും ഇല്ല. സിൻഡിക്കേറ്റ് പറയുന്ന ഒരു കാരണം അല്ലെങ്കിൽ വിശദീകരണം, ഇത്തരത്തിൽ 2 തവണ മൂല്യനിർണ്ണയം നടത്താൻ നിലവിൽ LLB പരീക്ഷയുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് മതിയാകും. അതിനോടൊപ്പം തന്നെ അങ്ങനെ 2 തവണ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ഈ റീവാലുവേഷൻ്റെ പൈസ ഇല്ലാതാകുമെന്നാണ് സിൻഡിക്കേറ്റ് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് പൂർണ്ണമായിട്ട് അങ്ങ് ആ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം മൊത്തത്തിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് റീവാലുവേഷൻ ഫീസാണ് പ്രശ്നം പറയുന്നത്. എന്നാൽ പിന്നെ റീവാലുവേഷൻ വേണ്ടാന്ന് തീരുമാനിക്കുന്ന നയമാണ് സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷെ അതൊരു ചർച്ചയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നില തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സാധനം വരുന്നത് നമുക്ക് പ്രശ്നമാണ്. നമുക്ക് റീവാലുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അപ്പീൽ പോകാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ അതില്ല. ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ 2 തവണ വാല്യുവേഷൻ അതായത് ടീച്ചർമാർ വാല്യുവേഷൻ നടത്തുന്ന ടീച്ചർമാരും സിസ്റ്റവും ഒക്കെ സെയിമാണ്. ഇതിനകത്ത് തന്നെ വീണ്ടും വാല്യുവേഷൻ നടത്തുകയാണ്. ഡബിൾ വാല്യുവേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് സ്ട്രെസ് കൂടും. അവർ വീണ്ടും നോക്കുന്നതിൽ ഉഴപ്പ് കാണിക്കുന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് റീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പീൽ പോകാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം അതവിടെ നിഷേധിക്കപ്പെടുകയാണ്. ഹാൻസ്, എന്തായാലും കേരള സർവകലാശാലയിലെ LLB പരീക്ഷാ നടത്തിപ്പിലെ അപാകതയിലാണ് SFIയുടെ പ്രതിഷേധം. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന സമാധാനപരമായിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. അവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. BJP